പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിന്റെ ജീവിതം കർത്താവിനെ ഭാരമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസമർപ്പിക്കുക. അവിടുന്ന് നോക്കിക്കൊള്ളും. സങ്കീർത്തനങ്ങൾ 37 അധ്യായം 5 തിരുവചനം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ നമുക്കൊരു നിമിഷം നമ്മുടെ ഹൃദയം ശാന്തമാക്കാം. നിങ്ങളെവിടെയായിരുന്നാലും ഒരു നിമിഷം കണ്ണുകളടയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളും, മനസ്സിലെ സങ്കടങ്ങളും ഈ നിമിഷം കർത്താവിൻ്റെ പരിശുദ്ധ സന്നിധിയിൽ സമർപ്പിക്കാം. ഒരു പക്ഷേ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകാം. വീട്ടുചിലവുകൾ, കടഭാരങ്ങൾ, ജോലിയില്ലായ്മ, കയ്യിൽ പണം വരാതെ നിൽക്കുന്ന അവസ്ഥ, ആരോടും പറയാനാകാത്ത വിഷമങ്ങൾ, രാത്രിയിൽ ഉറങ്ങാതെ കരഞ്ഞ ദിവസങ്ങൾ എല്ലാം നിങ്ങളുടെ ഹൃദയത്തെ തളർത്തിയിട്ടുണ്ടാകാം. പക്ഷേ ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നത് ഇതാണ്: നിന്റെ ജീവിതം എനിക്ക് ഭാരമേൽപ്പിക്കുക. എന്നിൽ വിശ്വസിക്കൂ, ഞാൻ നോക്കിക്കൊള്ളാം. അതേ പ്രിയമുള്ളവരെ, ദൈവവചനം പറയുന്നു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നമ്മൾക്ക് വഴി കാണാനാകത്തിടത്തും ഈശോ ഒരു വഴി തുറക്കാൻ ശക്തനാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ നമുക്ക് ഭയങ്ങൾ വിട്ടുകളയാം. കാരണം നാം ഒറ്റയ്ക്കല്ല, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഇപ്പോൾ പൂർണ്ണ വിശ്വാസത്തോടെ ഹൃദയം തുറന്ന് നമുക്ക് ഈ പ്രാർത്ഥന കർത്താവിന് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഈ പ്രാർത്ഥന ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എത്തട്ടെ. പരിശുദ്ധ അമ്മേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ മക്കളെയും, ഓരോ കുടുംബത്തെയും അമ്മയുടെ സംരക്ഷണ വസ്ത്രം കൊണ്ട് മൂടണമേ. നിരാശയിൽ കഴിയുന്നവർക്ക് പ്രതീക്ഷയും, കണ്ണീരിൽ കഴിയുന്നവർക്ക് ആശ്വാസവും, ഭയത്തിൽ കഴിയുന്നവർക്ക് ധൈര്യവും നൽകണമേ. സ്നേഹനിധിയായ ഈശോയെ, ഇപ്പോൾ ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ കരങ്ങളിൽ ഭാരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ വീടിൻ്റെ സാമ്പത്തിക കുറവുകളും കടഭാരങ്ങളും കണ്ണീരും അങ്ങയുടെ പരിശുദ്ധ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അടഞ്ഞിരിക്കുന്ന അനുഗ്രഹവാതിലുകൾ തുറക്കണമേ. ദാരിദ്ര്യത്തിൻ്റെ ബന്ധനങ്ങൾ അങ്ങയുടെ നാമത്തിൽ തകരണമേ. ഞങ്ങളുടെ കുടുംബത്തിന്മേൽ സമാധാനവും കരുതലും സമൃദ്ധിയും നിറയണമേ. തടഞ്ഞു നിൽക്കുന്ന അനുഗ്രഹങ്ങൾ ലഭിക്കണമേ. അങ്ങ് ഞങ്ങൾക്കായി പ്രവർത്തിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വീടുകളിൽ അങ്ങയുടെ കൃപ വെളിപ്പെടണമേ. കർത്താവേ, ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കളെ ഓർക്കണമേ. ഇൻ്റർവ്യൂ കാത്തിരിക്കുന്നവർക്കായി വാതിലുകൾ തുറക്കണമേ. കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരുടെ കൈകൾ ശൂന്യമാകാതിരിക്കണമേ. തടഞ്ഞു നിൽക്കുന്ന പണം ലഭിക്കണമേ. നഷ്ടപ്പെട്ട അവസരങ്ങൾ തിരികെ വരണമേ. കടം കാരണം ഉറക്കം നഷ്ടപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴി തുറക്കണമേ. ഇനി എന്തു ചെയ്യും എന്ന് കരയുന്ന കുടുംബങ്ങളുടെ കണ്ണുനീർ തുടച്ചു മാറ്റണമേ. കർത്താവേ, ഈ നിമിഷം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വീടിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അങ്ങ് ഏറ്റെടുക്കണമേ. കുറവുകൾ മാറി അനുഗ്രഹം വർദ്ധിപ്പിക്കണമേ. അടഞ്ഞ കൈകൾ അനുഗ്രഹങ്ങളാൽ നിറയണമേ. ഭയത്തിന് പകരം സമാധാനം നൽകണമേ. നിരാശയ്ക്ക് പകരം പ്രതീക്ഷ നൽകണമേ. അങ്ങ് ഞങ്ങളോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവവചനം പറയുന്നു, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്നത്തെ കുറവ് നാളത്തെ സാക്ഷ്യമായി മാറും. ഇന്നത്തെ കണ്ണുനീർ നാളത്തെ സന്തോഷമായി മാറും. ഇന്ന് അടഞ്ഞിരിക്കുന്ന വാതിലുകൾ നാളെ ഈശോ തുറക്കും. കാരണം അവിടുത്തെ സമയം എത്തുമ്പോൾ ആരും തടയാൻ കഴിയുകയില്ല. പരിശുദ്ധ അമ്മേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ കുടുംബത്തിനും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. തകർന്ന മനസ്സുകളെ ആശ്വസിപ്പിക്കണമേ. സാമ്പത്തികമായി വേദനിക്കുന്ന വീടുകളിൽ സമാധാനവും അനുഗ്രഹവും നിറയണമേ. രോഗമുള്ളവരെ സ്പർശിക്കണമേ. കുടുംബങ്ങളിൽ ഐക്യം നൽകണമേ. അമ്മയുടെ സംരക്ഷണം ഞങ്ങളുടെ വീടുകളെ മൂടണമേ. ഈശോയെ, ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സാമ്പത്തിക കുറവുകളും ഭയങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾക്കായി പ്രവർത്തിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വീട്ടിൽ അങ്ങയുടെ കൃപ വെളിപ്പെടട്ടെ. സമാധാനം നിറയട്ടെ. അനുഗ്രഹം വർദ്ധിക്കട്ടെ. ഞങ്ങളുടെ കുടുംബം അങ്ങയുടെ കരുതലിൽ സുരക്ഷിതമായിരിക്കട്ടെ. ദൈവവചനം പറയുന്നു, കർത്താവിൻ്റെ കരുണ അവനെ ഭയപ്പെടുന്നവർക്കായി തലമുറകളോളം നിലനിൽക്കും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഇവിടെ എത്തിയത് വെറുതെയല്ല. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം ഒരുക്കുകയാണ്. നിങ്ങൾക്ക് മുന്നിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ദൈവത്തിൻ്റെ കരങ്ങൾ അവയേക്കാൾ വലുതാണ്. അവൻ്റെ സമയത്ത് അവൻ അടഞ്ഞ വാതിലുകൾ തുറക്കും. നഷ്ടപ്പെട്ടത് തിരികെ നൽകും. ജീവിതത്തിൽ സമാധാനം നിറയ്ക്കും. പരിശുദ്ധ അമ്മ പറയുന്നത് പോലെ അവൻ പറയുന്നത് ചെയ്യുക എന്ന വിശ്വാസത്തോടെ, ഭയഭക്തിയോടെ നമുക്കും ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. കർത്താവായ ഈശോ പരിശുദ്ധ അമ്മ വഴി നമ്മുടെ ജീവിതത്തിൽ ഇന്നൊരു അത്ഭുതം പ്രവർത്തിക്കും. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി
കന്യകാമറിയത്തു നിന്ന് പിറന്നു. പന്ത്യോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിലിറങ്ങി. മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി. സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയിർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.